ജൂലി? യെസ്. എന്റെ പേരെങ്ങനെ? ഇരിക്കൂ, ഈ ആപ്ലിക്കേഷനിലുണ്ട്. റോസ് വില്ല, കിള്ളിത്താഴത്ത്. ഓ റൈറ്റ്, ഞാൻ അത്ര ചിന്തിച്ചില്ല. ഈ പെർഫ്യൂം ഡയ? യാ, ദാറ്റ്സ് മൈ ഫേവറേറ്റ്. എനിക്കും ഇഷ്ടമാണ്. 10 yearsആയി ഞങ്ങൾ ബഹ്റൈനിൽ സെറ്റിൽഡ് ആണ്. ഹസ്സും മോനും അവിടെ. കഴിഞ്ഞ കുറച്ച് നാളായി ബിസിനസ്സൊക്കെ ഡള്ള. അതുകൊണ്ട് ഇവിടെ കൂടെ എന്തെങ്കിലും തുടങ്ങാന്ന് വെച്ചു. ഷൈൻ ആൻഡ് സ്മൈൽ ബ്യൂട്ടി പാർലർ. നല്ല പേര്. താങ്ക്സ്. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ? സാറിന് എന്തായാലും വേണ്ട. ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ജൂലിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഓ താങ്ക് യു സർ. സാറിൻ്റെ നമ്പർ 9447529990. 8 അല്ല 7. സോറി. ജൂലിക്ക് കോൺസെൻട്രേഷൻ ഇല്ല. സാറ് തെറ്റിച്ചതാ. താങ്ക് യു സർ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. വിളിക്കണം, വിളിച്ചോളൂ. ഷുവർ സർ. നമ്പർ തന്നില്ല. ഓ സോറി, മറന്നു. നോട്ട് ചെയ്തു സർ. 9847074575. ഞാൻ ആരോടും ഒന്നും പറയാഞ്ഞിട്ടാ. എനിക്കൊരു പരാതിയില്ല, പരിഭവവും ഇല്ല. ഇപ്പം തന്നെ നീ കണ്ടില്ലേ, നീ 11 മണിക്ക് വന്നപ്പോൾ ഞാൻ വിളിച്ചു, പിന്നെ നീ വിളിച്ചു, എടുത്തോ. ഇതാ ഇപ്പം സ്വഭാവം. ഓഫീസിലല്ലേ ചേച്ചി, ഫോണ് ചിലപ്പോൾ സൈലൻറ്റിലായിരിക്കാം. അതിന് ചേച്ചി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വിഷമമൊന്നുമില്ല. ഇനി വിഷമം ഉണ്ടെന്ന് പറഞ്ഞാലും അത് കേൾക്കാൻ ഇവിടെ ആരുമില്ല. എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് നാളെ എത്രയായെന്നറിയോ? ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? വെക്കാനും വിളമ്പാനും ഒരാൾ. അതാ ഇപ്പം ഞാൻ. അളിയും വരട്ടെ, ഞാൻ സംസാരിക്കാം. നീ ഒന്നും സംസാരിക്കണ്ട. ഇനി ഇതിന്റെ പേരിൽ നീ അച്ചായനുമായിട്ട് മുഷിയണ്ട. അങ്കിളെ, ഓ. ഈ ഫോണിന് എത്ര രൂപയായി? അതിന് ഇന്ത്യൻ മണി ഒരു 50,000. ഓ മൈ ഗോഡ്, 50,000 രൂപയോ? അപ്പയുടെ ഒരു ഭാഗ്യം. അപ്പൊ ഇതിനോ? 2,000. ഈ ഡ്യൂപ്ലിക്കേറ്റാ? ഇന്ന് ഡ്യൂപ്ലിക്കേറ്റാ? 2,000 തന്നെ ഓവറാ. നീ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് രേഷ്മയ്ക്ക് കൊണ്ടേ കൊടുക്ക. കൊടുക്കണോ? കൊടുക്കണം. അമ്മ എടുത്താ വാ. വാടാ. 2,000 രൂപയിലും മോശമില്ല. എന്താടോ പഠിക്കുന്നത് കണ്ടോ? പാസ്സാവോ? ഇല്ലെങ്കിൽ നീ എപ്പോ വന്നു? ആ, ഞാൻ ഉച്ചക്കെത്തി. അളിയനെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. ഓഫീസിൽ എപ്പോഴും തിരക്കല്ലേ, അപ്പൊ സൈലന്റ് ആക്കി ഇടും. ഇപ്പോഴും സൈലന്റാ, അത്രയ്ക്ക് കോളുകളാ വരുന്നത്. ഇന്ന് മാത്രമല്ല, എന്നും സൈലന്റാ. അല്ല, ഇപ്പോൾ സൈലന്റിലാണ്. എന്താ, അളിയന് ഞാനൊരു പുതിയ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര വില കൂടിയ ഫോണൊക്കെ നിങ്ങൾ ഗൾഫുകാരുടെ മതി. എൻ്റെ പഴയ ഒരു ഫോൺ ഉണ്ട്, അത് തന്നെ ധാരാളം. എങ്കിൽ ഈ ഫോൺ ഞാൻ എടുക്കാം. ഇപ്പൊ കിട്ടണ ദേ എന്റെ പുതിയ ഫോൺ കണ്ട. കോണിയാക്കാ, ഇത് വെറും ടോണിക്കല്ലേ? സൈലന്റിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സൈലന്റ് ആക്കി ഇട്ടത് ഞാൻ അറിയാതെ അടിച്ചു തുടങ്ങിയ. പഞ്ചായത്തിൽ നിന്നാ. ചിരിച്ചല്ലോ. പഞ്ചായത്തിൽ നിന്ന് കോള് വന്നിട്ട് ചിരിക്കുന്നത് ആദ്യമായിട്ടാ. ഇത്ര അത്യാവശ്യം. മിനിസ്റ്ററെ ഞാൻ വിളിച്ചോളാം. ഹലോ. ഹായ് സർ, ഞാൻ ജൂലിയ. മനസ്സിലായി. എന്റെ കോൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ? യെസ്. വൈ? അപ്പേ ചായ. ഇപ്പൊ വേണ്ട. അതെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങിയിട്ട് വിളിച്ചാൽ മതിയോ? ഇറ്റ്സ് ഓക്കെ സർ. സാറ് വിളിച്ചോളൂ, ഞാൻ എപ്പോഴും ഫ്രീയാ. ബൈ. ബൈ സർ. ജോസ്മോൻ ഇന്ന് പോവാണോ? അവൻ പോണോന്നും പറഞ്ഞ് മുള്ളേ നിൽക്കുവാ. ഉന്നച്ചായന്റെ വായിരിക്കുന്നത് എന്ന് കേൾക്കും, അതുറപ്പാ. പോയിട്ട് ഒരുപാട് കാര്യം ആൻറ്റി, അതാ. ഓ, അച്ചായൻ സമ്മതിക്കത്തില്ല, നീ നോക്കിക്കോ. മോള രേഷ്മ. അറിയാം. ജിനി ഇവളൊരു സ്കൂളിലാ പഠിക്കണേ, പക്ഷെ ഒരു ക്ലാസ്സിലല്ല. പറഞ്ഞിട്ടുണ്ട്. എന്നാലും എപ്പോഴും രണ്ടാളും ഒരുമിച്ചാ. ആ, അതും പറഞ്ഞിട്ടുണ്ട്.
കുഞ്ഞച്ചൻ സാർ എന്തേ? കുളിക്കാൻ കയറിയിരിക്കുക. ഇനിയിപ്പൊ കലാപരിപാടി തുടങ്ങണമല്ലോ. ഓ, അതാണ് മോളുടെ അച്ഛൻ. അപ്പൊ ഗിരിജാണ്ടിയുടെ ഓടി നടന്നു. മൂപ്പര് ചൊവ്വയിലും ഞങ്ങള് ഭൂമിയിലോ. ചൊവ്വയിലോ? ആ, ഓഫീസ് വിട്ട് വന്നാലുടൻ കമ്പ്യൂട്ടറിലാ. ആദ്യം നാസ, പിന്നെ ചൊവ്വ. ചൊവ്വയിൽ ഇപ്പൊ വെള്ളം ഉണ്ടോന്നുള്ളതാ മൂപ്പരുടെ ടെൻഷൻ. ഉപഗ്രഹം ഇരട്ട പേര്. മിണ്ടാരിടാ. ഡാ ജോസേ, ഞാൻ ഈ കുപ്പി എടുക്കാം. വിളിക്കുന്നുണ്ട്. ആ ശരി. ഇനിയിപ്പോ മദ്യത്തെ നിന്ദിച്ചു എന്നുള്ള പേര് വേണ്ട. അതെ, ജോസ്മോൻ ഇന്ന് തന്നെ പോണോന്നും പറഞ്ഞ് കിടന്ന് കയറ് പൊട്ടിക്കുക. പൊയ്ക്കോട്ടെ, നേരത്തെ പോയാൽ നേരത്തെ വീടെത്താം. കേട്ടല്ലോ, ആളെയും പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ലായിരുന്നു. നീ പോവെന്ന് പറഞ്ഞ എന്റെ ദേഷ്യം അച്ചായന്. ഓ, അതുകൊണ്ട് തന്നെയാ അങ്ങനെ പറഞ്ഞത്. ആണോ? എന്താണ് പാട്ടൊക്കെ? വെള്ളമടിയാണോ? ഏയ് അങ്ങനൊന്നുമില്ല. വല്ലപ്പോഴും ഒന്നോ രണ്ടോ പെഗ്. അല്ല, വല്ലപ്പോഴും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ? പിന്നെ എന്ന് വെച്ച് എണ്ണം കൂട്ടണ്ട. ഹലോ, ഏ, ഏ, ഏ? ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരുമോ? ആ, ആ, ഞാൻ നല്ല വൈനൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ വരാം. ഞാൻ വരും. വരണം. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും. ബട്ട് ഞാൻ ഹാപ്പി ആണോന്ന് എന്റെ ഹസ് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. സാറ് വൈഫിനോട് ചോദിക്കാറുണ്ടോ? പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചയോടെ ചോദിച്ചാ. അങ്ങനെ വേണം. അത് നമ്മുടെ കടമയല്ലേ. കടമ. ഇപ്പൊ ഞാൻ വന്ന് ചോദിച്ചല്ലോ, അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാണ്. അഗസ്റ്റിന് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ടൈമുണ്ട്. എന്നെ വിളിക്കാൻ മാത്രം ടൈമില്ല. സർ, ഞാനൊരു സത്യം പറയട്ടെ? പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് എപ്പോഴാണെന്ന് പറയട്ടെ? എപ്പോഴാണ്? ഒറ്റയ്ക്കിരുന്ന് കവിത എഴുതുമ്പോ. ജോലി കവിത എഴുതുമോ? കവയത്രയാ? കവിയത്രയൊന്നുമല്ല, ബ്യൂട്ടീഷ്യനാ. പക്ഷേ സർ, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഓ, ഓ, ആ, ഞാൻ വിളിക്കാം. എന്തായി ട്രാക്കിലായ? വീട്ടിലോട്ട് വിളിച്ചു. വീട്ടിലോട്ടാ? വീട്ടിലിറക്കി ഉണ്ട്? ആരുമില്ല. അപ്പൊ എന്ത് തീരുമാനിച്ചു? നാളെ പോവാൻ തീരുമാനിച്ചു. അവൻ ഞാൻ നാളെ ലീവാ. എന്തിന്? കൂടെ വരണ്ടേ? ഇവനെ ആ ഏരിയയിൽ അടുപ്പിക്കില്ല. കൊണ്ടുപോകാൻ പറ്റിയ ഒരാളെ. അയ്യോ, ജോലി. ആ, നീ ഇത് പിടിക്കേ. എനിക്ക് സമയമില്ല. ആകെ ടെൻഷനായി. അങ്ങനെ ജൂലിയുടെ അനുരാഗാനം പോലെ. നാളെ അഗസ്റ്റിൻ വരും. ഇത്ര പെട്ടെന്ന്? പുള്ളിയുടെ ബ്രദർ ഹോസ്പിറ്റലിൽ ICUലാണ്. ഇവിടല്ല, നാട്ടിലാ. അപ്പോ ജോലിക്ക് പോണ്ടേ? ഞാൻ അഗസ്റ്റിന്റെ വീട്ടുകാരുമായി അത്ര ചേർച്ചയിലല്ല. അയ്യോ, അതെന്ത് പറ്റി അങ്ങനെ? അതൊക്കെ ഒരു കഥയാണ് സർ. എന്റെ അഗസ്റ്റിന്റെയും പ്രണയവിവാഹമായിരുന്നു. അന്നു മുതലുള്ള ഇഷ്യൂസാ. അപ്പോ പ്രണയം പണ്ടേ ഉണ്ടല്ലേ? അതെ, ഞാൻ പ്രണയത്തിന്റെ തടവുകാരിയാ. എനിക്കിപ്പം സാറിനെ കാണുന്നുണ്ട്. ഫോണിൽ വീഡിയോ കോൾ ഉണ്ടോ? ഈ ഫോണിലില്ല. വീഡിയോ ഉള്ള ഫോൺ വീട്ടിലുണ്ട്. ആണോ? ഞാൻ നാളെ കാണിച്ചു തരാം. ശരി. ചേച്ചി, ഞാൻ ഒരു സെൽഫി എടുത്തിട്ട് തരാം. അത് വേണ്ട. ചേച്ചി, ഒരു നമുക്ക് selfie, ഒരുമിച്ച് please. ഒരു അപ്പയല്ലേ പറഞ്ഞ അപ്പയ്ക്ക് ഫോൺ വേണ്ടെന്ന്? അതപ്പ വെറുതെ ഒരു ജാടയ്ക്ക് പറഞ്ഞല്ലേ. ഇത്ര നല്ലൊരു ഫോൺ വേണ്ടെന്ന് വെക്കാൻ നിന്റെ അപ്പ അത്ര മണ്ടനൊന്നും അല്ല. മണ്ടൻ എന്റെ ആങ്ങള. അവൻ തന്നപ്പോ നേരിട്ട് വാങ്ങിക്കാനായിരുന്നല്ലോ ബുദ്ധിമുട്ട്. മനുഷ്യന്റെ കാര്യമല്ലേ ഇപ്പൊ പറയുന്നല്ലോ, പിന്നെ പറയുന്നല്ലേ. എന്നാ അപ്പയുടെ പഴയ ഫോൺ എനിക്ക് താ. എന്റെ മോക്ക് ഇപ്പൊ വേണ്ടത് ഈ ഫോണല്ല, നല്ല നാടൻ കോഴിമുട്ടയും പശുവും പാലുവാ. അത് വാങ്ങിച്ചതല്ലേ പറ, അപ്പ ഡീൽ ചെയ്യാം. നിന്റെ ഒരു വാച്ച് താടോ ഇവിടെ. ജിനി, അല്ലെങ്കിലും നിനക്കിപ്പോ ഫോണിന്റെ ആവശ്യമില്ല. അതൊക്കെ കുഴപ്പാവും. അല്ലെങ്കിലും കുഴപ്പാ. അതെ, അപ്പയെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കിടക്കണ്ട. ചെല്ല, അവിടെ കിടന്നാ മതി. എടി ഞാൻ കിടത്തില്ല. അങ്ങനെ ഇപ്പൊ ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ചെല്ല. എടി ഞാൻ എന്ത് ഇത്? ചെല്ല്. നോക്കണ്ട, കിടത്തില്ല. മൊബൈലിൽ പോയിട്ട് നീ എന്തിനാ അമ്മയോട് നീ എന്റെ മേടിക്കും. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്.
കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ സീനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതിയെന്നേ. യേസ്. ഓ താനോ? കുരുവിളയുടെ ലൈസൻസ്? കുരുവിളയുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങാൻ പോകുന്ന സ്ഥലം ഞാൻ പോയി കണ്ടു സാർ. അവിടുത്തെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ ആകണ്ട. ഈ കൊടി പിടിക്കുന്നവർക്കും മുദ്രാവാക്യം വിളിക്കുന്നവർക്കും നേരെ കുരുവിളയുടെ നോട്ടുകെട്ടുകൾ പറഞ്ഞു ചെല്ലും. അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് സാർ. കുരുവിളയുടെ ബോർവെല്ലുകൾ അവരുടെ മണ്ണിലെ അവസാനത്തെ ജലാംശം വരെ ഊറ്റിയെടുക്കും. കിണറുകളിൽ വെള്ളമില്ലാതാകും. മനുഷ്യൻ കുടിവെള്ളത്തിന് വേണ്ടി പരക്കം പായും. കമ്പനിയിലെ മലിനവസ്തുക്കളും മലിനജലവും അടുത്ത പാടങ്ങളിലും തോടുകളിലും ഒക്കെ ഒഴുകിയെത്തും. ദുർഗന്ധം കൊണ്ട് മനുഷ്യന് ശുദ്ധവായു ശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാതാകും. പുഴകൾ മലിനമാകും, മീനുകൾ ചത്തുപൊങ്ങും, ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ പടർന്നു. എന്നെ പഠിപ്പിക്കാനല്ല തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പക്ഷെ ഞാൻ പഠിച്ചത് പറഞ്ഞേ പറ്റൂ സാർ. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഗവൺമെന്റിനെ സേവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. കഴിഞ്ഞ 1 കൊല്ലമായി കീഴാറ്റൂർ പഞ്ചായത്തിന്റെ സെക്രട്ടറിയുമാണ്. ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും സന്തോഷത്തിനും സങ്കടങ്ങൾക്കും ഇടയിലാണ് എൻ്റെ ജീവിതം. എനിക്ക് ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചേ പറ്റൂ സാർ. പൊതുസ്ഥലത്ത് ഇത്തിരി ചപ്പ് ചവർ ഇടുന്നത് പോലും നിയമവിരുദ്ധമാണെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ സാർ വായിച്ചു നോക്കണം. ഈ നാടിനെ തന്നെ മലീമസമാക്കാൻ പോകുന്ന കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. പോകരുത്, ഞാൻ പറയും താൻ കേൾക്കും. ഇടിച്ച് കൂമ്പ് ഞാൻ കളിക്കളയും. ജസ്റ്റ് മിസ്. അലക്കിനിട്ടൊരെണ്ണം പൊട്ടിക്കണമായിരുന്നു. ചായ ചായ തുറക്ക, എനിക്ക് വേറെ പണിയുണ്ട്. രാവിലെ ഒന്ന് പള്ളി പോക്കൂടെ? എത്ര നാളായി? പള്ളിയിൽ പോണോ പഞ്ചായത്തിൽ പോണോ? പള്ളി പോണോന്ന് പറഞ്ഞാലും പഞ്ചായത്തിലല്ലേ പോവും. ആ പിന്നെ പറഞ്ഞിട്ടെന്തിന്? അപ്പ എണീറ്റോ? ആ വീണ്ടും കിടന്നു. ഇതാ ജോസുവാൻ കൊണ്ടുവന്ന ഫോണ്. നീ ഇതിന്റെ ഓപ്പറേഷനൊക്കെ ഒന്ന് പഠിപ്പിച്ചെന്ന്. ഇത് കൊള്ളാമല്ലോ. ഒരു കുടുംബം കലക്കാനുള്ള വകയൊക്കെ ഇതിനകത്തുണ്ട്. ഇതിന് വീഡിയോ കോളും വാട്സപ്പും പിന്നെ മറ്റേതും എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി തന്നെ. ഹലോ, ഞാൻ രാവിലെ ഈ കുപ്പായൊക്കെ വലിച്ചു കയറ്റി ഇതിന് ഇറങ്ങുന്നതേ ശരീരം നന്നാക്കാനല്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് ഒരു ദിവസത്തേക്ക് വാപ്പി നിർത്താൻ വേണ്ടിയിട്ടാ. കേട്ടോ, കുറച്ച് ടൈം എടുക്കും. അതിനൊക്കെ തയ്യാറാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇപ്പം നീ പറയുന്ന കേട്ടല്ലേ പറ്റൂ? അതേ പറ്റും. ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. വാ, രാവിലെ വിളിച്ചോ. കൃത്യം 5:30 ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നു. ഇന്നലെ രാത്രി അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. കാമുകിമാർ ഉറങ്ങാറില്ല. അതെ, ഇന്നലെ മുതൽ മൊത്തത്തിലൊരു കള്ളത്തരം ചെയ്യുന്ന പോലെ ഒരു തോന്നൽ. അതാണ്, ഒരാൾ പ്രേമിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്കുള്ളിൽ ഒരു കള്ളൻ ജനിക്കുന്നു. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് കണ്ടുപിടിക്കാതെ കൊണ്ടു നടക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്. അതെ അതെ, ആ ഫോണിന്റെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എന്തിന്? ജൂലിയുടെ കുറച്ച് കവിതകൾ വായിക്കണം. ഇതിനിടയ്ക്ക് കവിതയൊക്കെ വായിച്ചു തുടങ്ങി? അതിനൊന്നും ടൈമില്ല. നിനക്ക് അവളുടെ ഫോട്ടോ കാണണമെങ്കിൽ മതി. ഐഡി പറ. ജൂലി അഗസ്റ്റിൻ കറുകപ്പള്ളി. ജൂലി അഗസ്റ്റിൻ കറുകപ്പള്ളി. പള്ളിയിൽ പോയതാ.